Hello. Welcome to market discussion of the day. Today, November 4th, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ചാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. സോ കുറേ ആൾക്കാർ ഇന്നലെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ, കാരണം ഇന്ന് പ്ലേ ബാക്ക് സെഷൻ 4 മണിക്കുണ്ടാവും. വൈകുന്നേരം 7:30ക്കും 10:30ക്കും നോർമൽ ക്ലാസ് നടക്കുകയും ചെയ്യും. ഓക്കെ, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ്. അതേപോലെ തന്നെ 2 ആഴ്ചയായിരിക്കും ക്ലാസ് പോകുന്നത്. ഓക്കെ, സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക്, ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, നമുക്ക് ഇന്നത്തെ ന്യൂസുകളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമുക്കിന്ന് രാവിലെ തന്നെ ഏതോ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന സ്പീച്ചാണ്. അതിനുശേഷം ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് ഉണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് ന്യൂസ് വരുന്നത്. UK ടൈമിംഗ് ആണ്. ഇന്ത്യൻ ടൈമിംഗ് വന്നിട്ട് 8:30 മണിക്കാണ് ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് വരുന്നത്. ന്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല, കാരണം ഫെഡ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ന്യൂസ് വരുമോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച നമുക്ക് GDP അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ന്യൂസ് വന്നിട്ടില്ല. ഈ ആഴ്ച NFPയുടെ ന്യൂസ് വരാൻ കിടക്കുന്നു വെള്ളിയാഴ്ച. ഇതൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ, നാളെ ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്, ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഓക്കെ, അതേപോലെ ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ട്. ഈ 3 ന്യൂസുകളാണ് നാളെ മേജറായിട്ടുള്ള ന്യൂസുകൾ. ഉച്ചയ്ക്ക് 1:15, 3 മണി, 3:30 ഈ 3 ടൈമിങ്ങിലാണ് ഈ ന്യൂസുകളൊക്കെ വരുന്നത്. സോ ആ ഒരു സമയത്ത് ഒരു വോളറ്റാലിറ്റി ഉണ്ടാവും. ഈ ന്യൂസുകൾ വരുമോ എന്നുള്ള കാര്യം പോലും സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, കാരണം ഫെഡ് ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയതുകൊണ്ടിട്ട്. ഓക്കെ, വെള്ളിയാഴ്ചയാണ് നമ്മുടെ നോൺ ഫാം പേറോൾ. വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യവും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റ് ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് തന്നെ പോവാം. നമ്മൾ JPY ഇപ്പോൾ 153.33 നിൽക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, JPY നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല, 154ൻ്റെ മുകളിൽ കയറി എന്ന് ഉറപ്പിക്കാറായിട്ടില്ല എന്ന് എടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ റീസണും ഇത് തന്നെയാണ്. JPY 153.38 നിൽക്കുന്നു ഇപ്പം. ഓക്കെ, സോ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം മാർക്കറ്റ് 154ൻ്റെ മുകളിലായിട്ട് ഇന്നലെ സസ്റ്റെയിൻ ചെയ്തു കുറേ നേരം. പക്ഷേ എന്നിരുന്നാലും ഇന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി. നമുക്കുള്ള പ്രോപ്പർ എൻട്രി, ഒരു ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 152ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു 152ൻ്റെ അവിടെ ഒന്നും കൂടെ റീട്രേസ് ചെയ്ത് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് 152ൻ്റെ അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുക. കാരണം ഇപ്പോൾ ടെക്നിക്കലി നമ്മുടെ JPY നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിലോട്ട് ചെറിയൊരു എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ 152ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 152ൻ്റെ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 151.40 താഴെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, ചെറിയ ലോട്ട് സൈസ് എടുത്താൽ മതി. ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് എടുത്ത് മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം മാർക്കറ്റ് എങ്ങാനും താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ 150 നിന്ന് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 150ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ലോട്ട് തന്നെ എടുത്ത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കാരണം JPY നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ബൈ എൻട്രി എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ എന്താ പറയുക, പൊളിറ്റിക്കലി JPY ഭയങ്കര സ്ട്രോങ് ആണ്. ജപ്പാൻ എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ്. പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു, അവിടെ ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എക്കണോമിക്കലി USD JPY മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് 152 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 152-ൽ തന്നെ വന്ന് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല അല്ലേ. സോ 152ൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള JPY എൻട്രിയിൽ നിന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.1500 അവിടെ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. 1.1500 അവിടെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഒരു മിനിമം ഒരു
ഒരു 26 പിപ്സിൻ്റെ പ്രോഫിറ്റിലാണ്. ഓക്കെ, സോ അത് പ്രോഫിറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകും. 1.1500 അവിടെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, 1.1440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. കാരണം 1.1500 താഴെ മാർക്കറ്റ് പോയാൽ there is a possibility that market will be reaching 1.1100. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 400 പിപ്സ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇടുക. പക്ഷേ ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അടുത്ത ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1.1650 അല്ലെങ്കിൽ 1.1700 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. സോ 1:1.3 റേഷ്യോയിൽ നമുക്ക് 1:3 റേഷ്യോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഇടാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും 1.1500 അവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.1326 നിൽക്കുന്നു. സോ ഇന്നലെ നമുക്കറിയാം 1.1300 അവിടെ നല്ല രീതിയിലുള്ള 2 ദിവസം, അതായത് വീക്ക്ലി ക്ലോസിങ്ങും 1.3100 അവിടെ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ആഴ്ച. ഓക്കെ, സോ ഇന്നലെയും 1.3100 അവിടെ ക്ലോസ് ചെയ്തു. സോ അതുകൊണ്ടിട്ട് തന്നെ 1.3100 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. 1.3100 അവിടെ വീണ്ടും ഒന്നും കൂടെ റീട്രേസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് ബൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. 1.3100 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3040 അവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ച് പോകേണ്ട കാര്യം കൂടെയാണ്. 1.3100 അവിടെ നിന്നുള്ളൊരു ബൈ, 1.3040 അവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ, നമ്മൾ നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3991 എന്ന് പറയുന്ന റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് എന്ത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. എനിക്ക് ഇപ്പോഴും ഗോൾഡിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡ് ഭയങ്കര വോളറ്റൈലാണ്. പൊളിറ്റിക്കൽ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ US പ്രസിഡന്റ് അറ്റോമിക് വെപ്പൺസ് പരീക്ഷണം നടത്തും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ എങ്ങാനും ബോംബ് പൊട്ടിയാൽ ആ ബോംബ് ഗോൾഡിലും പൊട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും അങ്ങനെയാണെങ്കിൽ ഉണ്ടാകും. ഓക്കെ, അത് ഉറപ്പായിട്ടും നടക്കും എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡും അതിൻ്റെ കൂടെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഗോൾഡിലുള്ള എൻട്രി ഞാൻ ഇന്നലെ പറഞ്ഞ എൻട്രി, സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ ഇന്നത്തെ ദിവസം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3930 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, 30 കിട്ടിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന് മാർക്കറ്റ് ലോ പോയിട്ടുള്ളത് 3967 മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നലെ ലോ പോയത് 3962 63 റേഞ്ചിൽ. 3960 ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് പ്രസൻറ്റ്. ബട്ട് അത് എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ 3930 ഇന്നത്തെ ഡെയിലി ബേസിസിലുള്ള ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ നിന്ന് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, 3930 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 3915 താഴെയെങ്കിലും ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെക്കാം, വൈഡായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 3900 വെക്കുകയും ചെയ്യാം. ഓക്കെ, $30 സ്റ്റോപ്പ് ലോസ് വെക്കാം, മിനിമം ഒരു $60 ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സേഫ് ആയിട്ടുള്ള എൻട്രി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത് 3830 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് വൈഡായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് $30 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഒരു ലോങ്ങർ ടേമിലോട്ട് ഗോൾഡിനകത്തൊരു എൻട്രി നടത്തുകയും ചെയ്യാം. 3830 എങ്ങാനും മാർക്കറ്റ് വീണ് കിട്ടിയാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി പറഞ്ഞു പോകാനായിട്ടുള്ളതെന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈന US തമ്മിലൊരു ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ പല കാര്യങ്ങൾക്കും അഴിവ് വന്നിട്ടുണ്ട്. താരിഫ് 10% കുറച്ചു, ചൈനയ്ക്ക് മേലേർപ്പെടുത്തിയ താരിഫ് 10% കുറച്ചു. അങ്ങനെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒന്നും ഒഫീഷ്യലി സൈൻ ആയിട്ടില്ല എന്നതുകൊണ്ടിട്ട് തന്നെ അറിയില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ബൂമിങ് പ്രൈസാണ്. അതായത് എന്താ പറയുക, ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പ്രൈസ് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഗോൾഡിനൊന്നും ഒരിക്കലും
ഗോൾഡ് മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സിന് ഒരിക്കലും ഒരു $4,000 ഒന്നും, അല്ലെങ്കിൽ ഒരു ലോട്ട് ഗോൾഡിന് $4,000 ഒരിക്കലും ആകില്ല. ഓക്കെ, ഒരു മാക്സിമം ഒരു $1,000 വരുന്നൊരു പ്രോസസ്സാണ് ഇപ്പം ബൂമായിട്ട് 4,000, അതായത് 4 ഇരട്ടിയാണ് പ്രൈസ്. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇനി എന്താണ് എന്നുള്ളൊരു കാര്യത്തിനകത്ത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു റിട്രേസ്മെൻറ്റ് കിട്ടി അവിടുന്ന് ബൈ എൻട്രി എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, ബൈ എൻട്രി എടുക്കാം, സെൽ എൻട്രിയിലോട്ട് നിൽക്കാതിരിക്കുക, ബൈയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ബൈ എടുക്കുന്ന ആൾക്കാർ റീട്രേസ് ചെയ്ത് കിട്ടി 3,930 ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കേട്ടോ. ഇത് നാളെ എടുക്കാനായിട്ടുള്ളതല്ല. ഇന്ന് 3,930 അവിടെ കിട്ടിയാൽ ബൈ ചെയ്യുക. ഇല്ലാത്ത പക്ഷം നാളെ നമുക്ക് ഒരു ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ 3,830 വരെ വെയിറ്റ് ചെയ്ത് അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതിന് മുന്നേയായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്. പല ആൾക്കാരും എൻ്റെ അടുത്ത് ബ്രോക്കർ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ട്രേഡറിലെ ഏതൊരു ബ്രോക്കർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ റെഗുലേഷൻ നോക്കാൻ പറ്റും അല്ലേ. റെഗുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ ട്രേഡർ UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡ റെഗുലേഷൻ ഉണ്ട്, FCAയുടെ റെഗുലേഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റെഗുലേഷൻസ് ആണ് കേട്ടോ. സ്കാഡ റെഗുലേഷനും FCAയുടെ റെഗുലേഷനും. അതിൻ്റെ കൂടെ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, മൗറീഷ്യസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മെയിനായിട്ടുള്ള റെഗുലേഷനും ഉണ്ട്. നമ്മളുടെ പൈസ പ്രൊട്ടക്റ്റ് ആണ്, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് UK യിലുള്ളൊരു നമ്പർ 1 ബാങ്കാണ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറയുമ്പോൾ UK ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ 100% ഡെപ്പോസിറ്റ് ബോണസ്. $1,000 100% ബോണസ്. 1000 ഇട്ടാൽ 2,000 കിട്ടും. ഓക്കെ, അതിന് മുകളിൽ എത്ര പൈസ ഇട്ടാലും അതിൻ്റെ 20% കിട്ടും. ഓക്കെ, അത് ഫസ്റ്റ് ഡെപ്പോസിറ്റ് മാത്രമല്ല, എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് കിട്ടും. ഇതാണ് ബോണസ് സ്ട്രക്ചർ. ഓക്കെ, അതിൻ്റെ കൂടെ ഇന്ത്യൻ ക്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ $500 50%, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് കിട്ടും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് നോക്കാം. റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല, ചിലപ്പം എന്താ പറയുക, ഓപ്പോസിറ്റ് കമ്പനികളൊക്കെ ചിലപ്പം നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഇടാം. പക്ഷെ നമുക്ക് ജെന്യുവിനായിട്ട് നോക്കാൻ പറ്റുന്ന സൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് WikiFX എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഏത് ബ്രോക്കർ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് WikiFXൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് നിങ്ങൾക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ബ്രോക്കറിൻ്റെ റേറ്റിംഗ്സ് നിങ്ങൾക്ക് നോക്കി പോകാനും പറ്റും. ഓക്കെ, സോ WikiFX അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അറിയാനും പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, പക്ഷേ എന്താ പറയുക, റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രമാത്രം ജെന്യുവിനായിട്ടുള്ള ഡേറ്റയാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് ഓക്കെ, നിങ്ങൾ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാറിൻ്റെ ലിങ്ക് ഉണ്ടാവും. ആപ്പ് ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു റെഫറൽ കോഡ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ദുബായ് ക്ലയൻസ് ആണെങ്കിൽ പ്രത്യേക ഒരു ലിങ്ക് ഉണ്ടാവും. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതിയാവും എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.